എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നാറ, ചോച്ചി, ഈനോ എന്നിവരെ കാണിക്കുന്നു. ഇവരെ ഇങ്ങോട്ട് അയച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഹൊക്കാഗെ ആന്റിയാണ്. കുട്ടപ്പനെ രക്ഷിക്കാനും മിസുക്കെ പിടിക്കാനുമാണ് നമ്മുടെ 3 നേതാക്കളും അവിടേക്ക് എത്തിയത്. നാറൂട്ടോ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോ ഹക്കൂണാവട്ടെ ഇവന്മാരെയൊന്നും ഒരുപാട് നേരത്തേക്ക് ഈ ഒരു ജിപ്സ് ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയില്ല. ഇവർക്ക് ഭയങ്കര പവറാണ്. ഒരു സനിയൻ വന്നാൽ പോലും ഇവർ ഈസി ആയിട്ട് അവനെ ഇട്ടിച്ച് തെറിപ്പിക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ 2 തടിയന്മാരും അവരുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ അനങ്ങാനായിട്ട് ആരംഭിക്കും. കുട്ടപ്പൻ അത് കണ്ട് ഷോക്കാവും. അപ്പൊ നാറ കുട്ടപ്പനോട് പറയും, നീ ഇപ്പൊ തന്നെ മിസക്കയെ കണ്ടുപിടിക്കണം, ഇവരെ 2 പേരെയും ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയും. ഇവിടെ ഇറൂക്കി ആവട്ടെ മിസക്കയെ കണ്ടുപിടിക്കാൻ അവന്റെ ബോഡിയിൽ നിന്ന് ഇപ്പൊ താഴെ വീണ രക്തത്തുള്ളികളെ ഫോളോ ചെയ്ത് ഇപ്പൊ കാടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലും. അപ്പൊ ഇറൂക്ക കാണും അവനിപ്പൊ കാട്ടില് ഇറൂക്കയെ കൊടുക്കാനായിട്ട് ഒരു ഇല്യൂഷൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ പെട്ടുപോയി നമ്മുടെ ഇറൂക്ക തല കറങ്ങി അവന്റെ കാലിപ്പോ താഴേക്ക് പോകുന്നത് പോലെ ഫീൽ ചെയ്യാൻ ആരംഭിക്കും. ഇറൂക്ക കഷ്ടപ്പെട്ട് ഗെൻജിപ്സു റിലീസ് ചെയ്യാൻ നോക്കുമ്പോ ഒരു റോബോട്ട് അവന് നേരെ വരും. ഇറൂക്ക ഉടനെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് അതിനെ വെട്ടിത്തെറിപ്പിച്ച് അവിടുന്ന് ഓടാൻ ശ്രമിക്കും. ജസ്റ്റ് മിസ്സിന് ഇപ്പൊ നമ്മുടെ ഇറൂക്ക അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അവന് മനസ്സിലാവും മിസുക്കി അവൻ പ്ലാൻ ചെയ്താണ് ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് മിസുമി ഒരു പാറയുടെ മേലെ കയറി നിന്ന് ഇപ്പൊ ഇറൂക്കയോട് സംസാരിക്കുക. മിസുമി ദൂരത്തായിട്ട് ഒരു ബിൽഡിംഗ് കാണിച്ചു കൊടുത്ത്, എന്തുപറ്റി, ആ ഒരു ബൊമ്മയെ കണ്ട് നീ പേടിച്ചു പോയോ? ഇനിയാണ് എന്റെ യഥാർത്ഥ യുദ്ധം നീ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ആ ഒരു ബിൽഡിങ്ങിന് നേരെ കൈ ചൂണ്ടിക്കാണിക്കും. ഇറൂക്ക പേടിച്ച് വിറച്ച് ഇപ്പൊ ആ ബിൽഡിംഗ് നോക്കി നിൽക്കും. അതേ സമയത്ത് ഇവിടെ നാറയാവട്ടെ ഒരുപാട് നേരമായി ആ 2 ഉണ്ടപ്പന്മാരെയും അവന്റെ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഉണ്ടപ്പന്മാര് അവര് പതിയെ അനങ്ങുമ്പോ ഇവിടെ നാറ കഷ്ടപ്പെട്ട് മുക്കി മുക്കി അവരെ അനങ്ങാൻ സമ്മതിക്കാതെ അങ്ങനെ തന്നെ പിടിക്കും. അത് കണ്ട് ചോച്ചി ടെൻഷനാവും. നീ പേടിക്കണ്ട, ഒരുത്തന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ചോച്ചി ഓടിപ്പോയി ഒരുത്തനെ വട്ടത്തിൽ കെട്ടിപ്പിടിക്കും. അപ്പൊ ഈനോ ആവട്ടെ, ഞാൻ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവള് കൈ ഉയർത്തിപ്പിടിച്ച് മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ ഒരു ഉണ്ടപ്പനെ ഈസി ആയിട്ട് അവള് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഉണ്ടപ്പന്മാര് അവർ ഓൾറെഡി മണ്ടന്മാരായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തില് അവളിപ്പോ അവനെ കീഴ്പ്പെടുത്തി. പക്ഷെ എന്താ, യഥാർത്ഥ ഇനോ അവളിപ്പോ തല ചുറ്റി താഴെ വീഴും. അങ്ങനെ നമ്മുടെ 3 ആൾക്കാരും ആ 2 ഉണ്ടപ്പന്മാരെ ഇപ്പൊ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് പിടിക്കും. ഗ്യാപ്പില് പട്ടിയും കുട്ടപ്പനും ആവട്ടെ ഇറൂക്കയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ അടുത്തേക്ക് ഓടും. ഇവിടെ മിസുക്കി ആവട്ടെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് കയറിയിട്ട് എങ്ങനെയുണ്ട് എന്റെ ജിപ്സും ചോദിക്കും. അപ്പോഴാണ് ഇറൂക്ക ആലോചിക്കുക, എന്തുകൊണ്ട് ഇവൻ ഇത്രയും പവർ ഒറോച്ചിമാറുവിന് വേണ്ടി സമർപ്പിക്കുന്നു. മിസുമിക്ക് ഹൈ ലെവൽ എൻജിപ്സു എല്ലാം തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാം. അതെന്തിന് ഒരാവശ്യമില്ലാതെ ഒറോച്ചിമാറുവിനെ പോലെ ഒരു വില്ലന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം? ദയവ് ചെയ്ത് നീ എന്നെ മനസ്സിലാക്കണം, നീ എന്റെ കൂടെ തിരികെ വരണം. അതിന് മിസുക്കി പറയും, എനിക്കറിയാൻ പാടില്ല, മാത്രമല്ല ഇതൊന്നും എനിക്ക് കേൾക്കുകയും വേണ്ട. എനിക്കിപ്പോ ആവശ്യം പവറാണ്, അതുള്ളത് ഒറോച്ചിമാറുവിന്റെ കയ്യിലാണ്. അപ്പൊ വീണ്ടും ഇറൂക്ക പഴയ ചില കാര്യങ്ങള് ഇപ്പൊ ഓർത്തെടുക്കാൻ ശ്രമിക്കും. മിസുക്കിക്ക് ലീഫ് വില്ലേജിൽ വെച്ച് ഒരുപാട് മിഷൻസ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അവനതെല്ലാം തന്നെ കറക്റ്റായിട്ട് ചെയ്തിട്ടും ആരും അവനെ അഭിനന്ദിച്ചിട്ടില്ല. അപ്പൊ ഇറൂക്ക പഴയ ഇമാജിനേഷനിലേക്ക് പോവും. ഒരിക്കൽ മിസുക്കിയും വേറെ 2 നിഞ്ചകളും ചേർന്ന് ഇപ്പൊ ഒരു മിഷന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയില് ഒരു നിഞ്ചയ്ക്ക് പരുക്ക് പറ്റി അവൻ താഴെ വീഴും. മിസുക്കി അവന്റെ കൈ പിടിച്ച്, ഞാനാണ്, നിനക്ക് എന്തു പറ്റിയും ചോദിക്കും. അവന്റെ കാല് മുറിഞ്ഞ് ഇപ്പൊ ഒരുപാട് രക്തം പുറത്തേക്ക് പോകുമ്പോ അവരുടെ മുൻപേ ഓടിയ മറ്റൊരു നിഞ്ച എന്തു പറ്റിയെന്ന് ഇപ്പൊ വിളിച്ചു ചോദിക്കും. അതൊന്നുമില്ല, ഇവൻ ട്രാപ്പിൽ പെട്ട് മരിച്ചു പോയെന്ന് ഇപ്പൊ മിസുമി പറയും. അപ്പൊ അവൻ പറയും, എങ്കിൽ പെട്ടെന്ന് വായോ, നമുക്ക് 2 പേർക്കും എങ്ങനെയെങ്കിലും ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ യഥാർത്ഥത്തില് അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന്റെ കാലില് ഒരു ചെറിയ പരുക്ക്, അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഈ ചെറിയ പരുക്ക് പോലും നിനക്ക് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും നീ ജീവിച്ചിരിക്കുന്നതില് യാതൊരു അർത്ഥമില്ല എന്ന് പറഞ്ഞ് അവനെ ശ്വാസം മുട്ടിച്ച് മിസുമി അവിടെ തന്നെ കൊന്നുകളയും. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് മിസുമി ആവട്ടെ, ഞാൻ ഒരുപാട് മിഷൻസ് നമ്മുടെ വില്ലേജിന് വേണ്ടി ചെയ്തു, പക്ഷെ ആരും തന്നെ എനിക്ക് വില തന്നില്ല. എന്നിട്ടിപ്പോ ആ 9 ടൈൽ ഫോക്സിന്റെ പവറുള്ള ചെറിയ ചെക്കനെ നിങ്ങൾ എല്ലാവരും തന്നെ തലയിൽ കയറ്റിവെച്ച് അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ആ ഒരു ദിവസമാണ്. കട്ട് ചെയ്ത വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. നമ്മുടെ ഇറൂക്കയും മിസുക്കിയും മാസ്റ്റേഴ്സ് ആവുന്നതിന്റെ തൊട്ടു മുൻപ് മിസുക്കി അവൻ എല്ലാത്തിലും ഒന്നാമതായിട്ടാണ് ഇത്രയും നാൾ വന്നത്. പക്ഷെ ഇറൂക്ക എല്ലാ കാര്യത്തിനും വളരെ പുറകിലാണ്. അതിന് മിസുക്കി പറയും,
ഒരു കുഴപ്പമില്ല, തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന് നീ ജയിക്കും. അവരുടെ എക്സാം നടക്കാൻ പോകുന്നത് കുറച്ചു മുൻപ് കാണിച്ച ആ ഒരു വലിയ ബിൽഡിങ്ങിൽ വെച്ചാണ്. ഇറൂക്ക പേടിച്ച് ആ ഡോർ മെല്ലെ ഓപ്പൺ ചെയ്യും. അപ്പൊ ഒരുപാട് കത്തികള് അറഞ്ചം പൊറഞ്ചം അവന് നേരെ വരും. അവൻ ഒരുപാട് എണ്ണത്തില് കറക്റ്റായിട്ട് എസ്കേപ്പ് ചെയ്ത് വരുമ്പോ ഒരു കത്തി അത് ഷാർപ്പായിട്ട് അവന് നേരെ തന്നെ വരും. അത് കണ്ട് മിസുക്കി ആ കത്തി തട്ടിവിട്ട് ഇപ്പൊ രണ്ടുപേരും സേഫായിട്ട് മിഷൻ കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. എക്സാമിന് മിസുക്കി ഇറൂക്കയെ കഴിഞ്ഞും നല്ല രീതിയിൽ പെർഫോം ചെയ്യും. പക്ഷെ പരീക്ഷയില് അവൻ പാസ്സാവില്ല. മിസുക്കിക്ക് കലി കയറി അവൻ ഓഫീസിലേക്ക് ഓടുമ്പോ ഓഫീസിലാവട്ടെ ഇപ്പൊ അവനെക്കുറിച്ച് തന്നെയായിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം മുൻപ് ഒരു മിഷനുമായി ബന്ധപ്പെട്ട് മിസുക്കിയും ബാക്കി രണ്ടുപേരും കാട്ടിലേക്ക് പോയപ്പോ അതിലൊരാള് മരിച്ചുപോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവന്റെ മരണകാരണം കാലിൽ പറ്റിയ ആ ഒരു പരിക്കല്ല, മറിച്ച് ശ്വാസം മുട്ടിയാണ് അവൻ മരിച്ചുപോയത്. അതും പോരാഞ്ഞ് മിസുക്കിയുടെ വിരലടയാളം അത് കറക്റ്റായിട്ട് അവന്റെ ബോഡിയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തു. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷനിൽ മിസുക്കി ആവട്ടെ ആ ഒരു ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി ചെല്ലും. അത് കാണുമ്പോ ഇറൂക്ക ആവട്ടെ അവനും അവന്റെ പിന്നാലെ തന്നെ ഇപ്പൊ അകത്തേക്ക് കയറി ചെല്ലും. അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ഇറൂക്ക വീണ്ടും അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും അവനൊരു കത്തിയെടുത്ത് ഇപ്പൊ ഇറൂക്കനെ വെട്ടാനായി അവിടേക്ക് ചാടി വീഴും. ഇറൂക്ക ഉടനെ അവന്റെ കത്തിയെടുത്ത് ഇപ്പൊ ഫൈറ്റ് ആരംഭിക്കും. ഇവിടെ പൊരിഞ്ഞ ഫൈറ്റ് നടക്കുമ്പോ മറുവശത്ത് ചോച്ചി ആവട്ടെ ആ തടിയനെ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അതിലൊരുണ്ടപ്പൻ മറ്റേ ഉണ്ടപ്പന് യാതൊരു അനക്കവും കാണാതിരിക്കുമ്പോ അവന്റെ മോന്തയ്ക്ക് 2 ഇടി കൊടുത്ത് നീ എന്താ അനങ്ങാതിരിക്കുന്നതെന്ന് ചോദിക്കും. ഓൾറെഡി ഈനോ അവന്റെ ബോഡിയിൽ ഉള്ളതുകൊണ്ട് തന്നെ 2 ഇടിയും കറക്റ്റായിട്ട് നമ്മുടെ പെങ്കൊച്ചിന് കിട്ടും. അവള് കലി കയറി ഇപ്പൊ മറ്റേ ഉണ്ടപ്പനെ തൂക്കിയെടുത്തെറിയും. എന്നിട്ട് കറക്റ്റായിട്ട് തിരിച്ച് അവളുടെ ബോഡിയിലേക്ക് തന്നെ വരും. കൺട്രോൾ പോയ നമ്മുടെ ഉണ്ടപ്പനാവട്ടെ ഇപ്പൊ ചോച്ചയെടുത്ത് കറക്കി അങ്ങോട്ട് എറിയും. അപ്പൊ നാറ ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ആ ഒരു ബ്രഹ്മാണ്ഡ ജിപ്സു അതുപയോഗിക്കാൻ സമയമായെന്ന് പറഞ്ഞ് ഇപ്പോൾ സ്ട്രഗിൾ ഷാഡോ ജിപ്സു എടുക്കാൻ തുടങ്ങും. നാറ അവന്റെ കയ്യിലേക്ക് ആ ഒരു ഷാഡോ പവർ കൊണ്ടുവന്ന് ഇപ്പൊ 2 ഉണ്ടപ്പന്മാരുടെയും കഴുത്തിന് കുത്തിപ്പിടിക്കും. പക്ഷെ ഇവിടെ ഇറൂക്കാവട്ടെ മിസുമിയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ അടി കിട്ടി ചോര ഒലിപ്പിച്ച് തെറിച്ച് വീണുകൊണ്ടിരിക്കുകയാണ്. മിസുമി ഇത്രയും നാളും ഇരുട്ടറെ കിടന്നുകൊണ്ട് തന്നെ ഇരുട്ടത്ത് ഫൈറ്റ് ചെയ്യാൻ അവനിപ്പോ കറക്റ്റായിട്ട് അറിയാം. ഇറൂക്ക അവന്റെ സെൻസ് ഉപയോഗിച്ച് വില്ലനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമെങ്കിലും അതൊന്നും തന്നെ നടക്കില്ല. കട്ട് ചെയ്ത നാറയാവട്ടെ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് 2 ഉണ്ടപ്പന്മാരെയും ഇപ്പൊ ഞെരുക്കി പിടിക്കുമ്പോ നമ്മുടെ നാറയ്ക്കാവട്ടെ അവൾക്ക് കോംപ്ലക്സ് അടിച്ച് നിന്നെ കൊണ്ട് മാത്രമല്ല എന്നെ കൊണ്ടും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവള് കറങ്ങി തിരിഞ്ഞ് മൈൻഡ് ഡിസ്ട്രക്ഷൻ പവർ ഉപയോഗിച്ചുകൊണ്ട് 2 ഉണ്ടപ്പന്മാരെയും പരസ്പരം അടുപ്പിക്കും. കട്ട് ചെയ്ത നറൂട്ടോ കുട്ടപ്പനാവട്ടെ അവൻ ഓടി വന്നുകൊണ്ടിരിക്കുമ്പോ അവന്റെ തൊട്ടു മുൻപിലായിട്ട് മിസുക്കിയുടെ വൈഫ് അവിടേക്ക് വന്ന് കുട്ടപ്പനെ നോക്കി നിൽക്കും. പക്ഷെ കുട്ടപ്പൻ അവളെ മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പോ ആ ഒരു ബിൽഡിങ്ങിലേക്ക് ഓടി അങ്ങോട്ട് കയറും. പക്ഷെ ബിൽഡിങ്ങിനുള്ളില് ഇപ്പൊ കിസുമി ആവട്ടെ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് സീലിംഗിന്റെ മേലെ കയറിയിരുന്ന് ബ്ലേഡുകള് നമ്മുടെ ഇറൂക്കയ്ക്ക് നേരെ വലിച്ചെറിയും. മിസുക്കി കറങ്ങി തിരിഞ്ഞ് ഇറൂക്കയെ നിലത്തടുപ്പിക്കുമ്പോ അവന്റെ കൈ ഒടിഞ്ഞു പോകും. കട്ട് ചെയ്ത ഇവിടെ ഈനോയും നാറയും ആവട്ടെ ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ 2 പേരെയും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അപ്പത്തേക്കും അവര് 2 പേരും എങ്ങനെയെങ്കിലും നമ്മുടെ ആൾക്കാരുടെ കൺട്രോളിന് പുറത്തു വന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ചാടി നിൽക്കും. അപ്പോഴത്തേക്കും ചോച്ചി പയ്യൻ ഞാനിനി എന്റെ പവർ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവന്റെ 2 കൈയും വലുതാക്കി 2 ഉണ്ടപ്പന്മാരെയും ഇപ്പൊ ഇറുക്കി അങ്ങോട്ട് പിടിക്കും. അത് കണ്ട് നമ്മുടെ ആൾക്കാരെല്ലാരും തന്നെ ഇപ്പൊ ഷോക്കായിട്ട് നിൽക്കും. ആക്ച്വലി നമ്മുടെ ചോച്ചിയാണ് ഹാൻസം പവർ നിഞ്ച. അങ്ങനെ രോഗി ഇച്ഛിച്ചതും ഡോക്ടർ പുച്ഛിച്ചതും സെയിമായി നമ്മുടെ 3 പേരും ചേർന്ന് ഇപ്പൊ ഉണ്ടപ്പന്മാരെ കറക്റ്റായിട്ട് പിടിച്ച് ലോക്കാക്കി. കട്ട് ചെയ്ത ഇവിടെ ഇറൂക്കാവട്ടെ അവനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോ മിസുക്കി ഓരോ സ്ഥലത്തു നിന്നും ഇപ്പൊ എവിടേക്കൊക്കെയോ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് അവന് പിടികിട്ടും. ഇറൂക്ക മെല്ലെ ചുമരിൽ ഫോക്കസ് ചെയ്യുമ്പോഴായിരിക്കും ഇപ്പൊ ഒരുപാട് പേപ്പർ ബോംബ്സ് അവിടെ മുഴുവനായിട്ടും മിസുക്കി ഒട്ടിച്ചു വെച്ചായിട്ട് കാണാം. അത് കണ്ട് ഞെട്ടി ഇറൂക്കാവട്ടെ അവിടുന്ന് ഓടാൻ നോക്കുമ്പോഴേക്കും കുട്ടപ്പനാവട്ടെ ആ ഒരു ബിൽഡിങ്ങിന്റെ തൊട്ടടുത്തേക്ക് എത്തും. അപ്പൊ തന്നെ കറക്റ്റായിട്ട് ആ ബോംബ് മുഴുവൻ പൊട്ടി ബിൽഡിംഗ് ഇപ്പോ ഇടിഞ്ഞ് താഴേക്ക് വീഴാൻ തുടങ്ങും. കുട്ടപ്പൻ അത് കണ്ട് ഞെട്ടി ഇറൂക്കാ എന്ന് വിളിച്ചലർന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനം.